Meet the editors. PMC പദ്ധതിയിൽ ചേരാനുള്ള തീരുമാനത്തിൽ മന്ത്രിസഭാ യോഗത്തിലും എതിർപ്പുയർത്തി CPI. മന്ത്രി കെ രാജൻ പാർട്ടിയുടെ ആശങ്ക അറിയിച്ചെങ്കിലും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ മറുപടി നൽകിയില്ല. CPIയെ നോക്കുകുത്തിയാക്കി പദ്ധതിയിൽ ഒപ്പിടാൻ വിദ്യാഭ്യാസ വകുപ്പ് തുനിയുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. പദ്ധതിയിൽ കേരളം ചേരുന്നതിൽ കോൺഗ്രസിലും ഭിന്നാഭിപ്രായവും ഇന്ന് മറനീക്കി പുറത്തു. PM ശ്രീയിൽ CPI ഇടഞ്ഞു തന്നെ. കൈകൊടുക്കാൻ മുന്നണി ക്യാപ്റ്റൻ തയ്യാറെടുക്കുമ്പോഴും വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ രണ്ടാം കക്ഷി ഉറച്ചുതന്നെ നിൽക്കുകയാണ്. തമിഴ്നാടിനെ പോലെ നിയമ പോരാട്ടമടക്കം ബദൽ മാർഗങ്ങൾ മുന്നിലുണ്ടായിരിക്കെ കരാർ ഒപ്പുവെക്കാൻ എന്താണിത്ര ധൃതിയെന്നാണ് CPIയുടെ ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള കേന്ദ്രത്തിന്റെ കുറുക്കുവഴിയാണ് PM ശ്രീ. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ദേശീയ തലത്തിൽ എതിർക്കുന്ന പാർട്ടി തന്നെയാണ് CPIM എന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നും ഓർമ്മിപ്പിച്ചു. ദേവി ഖണ്ഡിതമായി പറഞ്ഞു NEP നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന്. ആ നിലപാടിനെ CPI പിന്താങ്ങുന്നു. പുറത്തെ എതിർപ്പിനൊപ്പം മന്ത്രിസഭാ യോഗത്തിലും പദ്ധതിയെ തള്ളി CPI മന്ത്രിമാരും ശക്തമായ നിലപാട് സ്വീകരിച്ചെന്നാണ് വിവരം. എന്നിട്ടും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവേണ്ടതില്ലെന്ന് തന്നെയാണത്രേ CPIMന്റെ തീരുമാനം. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം വാങ്ങിയെടുക്കണമെന്നതാണ് ഇടതുമുന്നണിയുടെ പൊതുനിലപാടെന്നാണ് ഇതിന് നിരത്തുന്ന ന്യായീകരണം. ഒപ്പം തമിഴ്നാടിനെയും കേരളത്തെയും സമീകരിക്കുന്നത് പ്രസക്തമല്ലെന്നും പറഞ്ഞു വെക്കുന്നു. തമിഴ്നാട് പോലെയല്ല കേരളം. തമിഴ്നാടിന് വരുമാനമുണ്ട്, കേരളത്തിന് വരുമാനമില്ല. പ്രതിപക്ഷത്തുമുണ്ട് രണ്ട് തെറ്റ. CPIM BJP ഡീലിന്റെ ഭാഗമായാണ് കേരളം PM ശ്രീയിൽ ഒപ്പിടുന്നതെന്ന ആരോപണം കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവർത്തിച്ചപ്പോൾ കേന്ദ്രത്തിന്റെ ഫണ്ടല്ലേ, കളയേണ്ടതില്ലല്ലോ എന്നും വർഗീയ അജണ്ടയുള്ള നിബന്ധന പാലിക്കാതിരുന്നാൽ മതിയെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെടുത്ത നിലപാട്. കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് BJP CPM ഡീലിന്റെ ഓരോ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ PM ശ്രീ പദ്ധതി. കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങൾ ഇതിലല്ല, ഇത് നമ്മുടെ നികുതി പണമാണ്. പക്ഷേ പണം തരുന്നതോടൊപ്പം അനാവശ്യമായ BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ പാടില്ല. കേരളത്തിന്റെ ബദൽ രാഷ്ട്രീയം ഇനി എത്ര നാൾ? കാവി വിരോധം കഥയായോ എന്നാണ് ചോദ്യം. കാവി വിരോധം ആവിയായോ എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ കാതലെന്ന് മനസ്സിലാക്കുന്നു. ചോദ്യം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാവി വിരോധം ആവിയായോ എന്നുള്ളതാണ്. ഇല്ല, ആവിയായിട്ടില്ല. ആവിയായിട്ടില്ല, നോന്നാണോ? കാവി വിരോധമുണ്ട്. അല്ല, കാവി വിരോധമില്ല. കാവി വിരോധമില്ല. ഇപ്പോൾ അത് മാറി, അത് കഥയായി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഈ വെറുതെ കൺഫ്യൂഷൻ ആക്കി ആ ചോദ്യം ക്ലിയർ ആയിരുന്നു. കഥയായോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാവി വിരോധമില്ല എന്നാണ് എന്റെ ഉത്തരം. നമ്മൾ സർക്കാരിന്റെ കാര്യമാണല്ലോ, ഇടത് സർക്കാരിന്റെ കാര്യമാണല്ലോ പറയുന്നത്. നമ്മൾക്കറിയാം, ഇത് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത് പറയുന്നത്. PM ശ്രീയിൽ ഒപ്പിടാതെ തരമില്ല എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു, CPI എതിർക്കുന്നു. MA ബേബി പറയുന്നു, PM ശ്രീ ഒപ്പിട്ടാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരില്ല എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിപ്പോൾ CPM, അതായത് ഈ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് പറയുന്നു. അതേക്കുറിച്ചൊന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടിനെ കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി തന്നെ പറയുന്നു. അക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലാത്തതാണ്. കേന്ദ്രം പല ഘട്ടങ്ങളിലായി എങ്ങനെയാണ് സംസ്ഥാനത്തെ ഞെരുക്കുന്നത്, അതായത് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് ആ പ്രതികാര നടപടികൾ ഉണ്ടാകുന്നത് നമ്മൾ ഏറ്റവും വലിയ ഇരയാണ്. പല വിഷയങ്ങളായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാവുന്നതാണ് വയനാട് ഫണ്ട് എത്രയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ ആവശ്യപ്പെട്ടത് 2221 കോടി രൂപയാണെന്നിട്ട് 544 കോടി രൂപ ആദ്യം തന്നു. പിന്നീട് 261 കോടി കൂടി തന്നത് വെറും കടമായിട്ടാണ് തന്നിട്ടുമുള്ളത്. പലതവണ കോടതിയിൽ നിന്നടക്കം രൂക്ഷ വിമർശനങ്ങൾ ഇതിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. അതിലൊന്നും നമുക്ക് തർക്കമുള്ള കാര്യമല്ല. പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ ഭരണ കാലാവധി കഴിയാൻ വെറും 6 മാസം നിൽക്കുമ്പോൾ കോടികൾ കിട്ടാനുണ്ട്. ആ കോടികൾ കിട്ടിയിട്ട് വേണം പലതും നടപ്പാക്കാൻ എന്ന രൂപത്തിൽ പറയുന്നതിനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായി മാറുന്നത്. ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ആവുമ്പോൾ അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ മാത്രം നിലപാടല്ല, അത് ഇവിടെ സർക്കാർ എടുക്കുന്ന നിലപാട്, ആത്യന്തികമായി മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് എന്ന രൂപത്തിൽ വേണം കാണാൻ. അപ്പോൾ ഈ നിസ്സഹായത സംശയകരമാണ് എന്നുള്ളതിന് തെളിവുകൾ ലഭിക്കുകയാണ്. ഇപ്പോൾ ആവർത്തിച്ച്
ഇപ്പോൾ ഞാൻ പറയാം, ഇന്ന് തോമസ് ഐസക്കിൻ്റെ പോസ്റ്റ് ഉണ്ടല്ലോ. തോമസ് ഐസക്ക് വളരെ വിശദമായി തന്നെ പറയുന്നു, PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ പദ്ധതി വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിലെ PTA ഉണ്ടല്ലോ, നമ്മുടെ സ്കൂളിലത്തെ അധ്യാപകരുണ്ടല്ലോ, അതായത് കരിക്കുലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഒരു പ്രതിരോധം ഉണ്ടാകുമെന്നാണ്. അതായത് നമ്മൾ ഒപ്പിട്ട് ഒരു കാര്യം തീരുമാനമാക്കിയ ശേഷം നമ്മുടെ സ്കൂളുകളിൽ ഒരു പ്രതിരോധം തീർക്കുക, അതായത് പാഠപുസ്തകങ്ങൾ എന്ത് പ്രതിരോധമാണ് തീർക്കുക, നമ്മുടെ അധ്യാപകർ വരുന്ന ടെക്സ്റ്റ് ബുക്കുകളല്ല മറ്റെന്തെങ്കിലും പഠിപ്പിക്കാൻ കഴിയുമോ? ആ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വായിച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായത്. അത് ഒരു തരത്തിലും നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇനി PTA-യും അധ്യാപകരുമൊക്കെ പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ ഒരു നിലപാട്, അതായത് സെക്കുലറായ നിലപാട് അനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കുക എന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായ ഒരു PTA പ്രസിഡന്റിന്റെ കുത്തിത്തിരിപ്പ് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അപ്പോൾ അത് ശരിയായ ഒരു കാര്യമല്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന PM ശ്രീ രേഖയിൽ പറയുന്ന കാര്യം അതിൽ പല ഭാഗങ്ങളിലായി പറയുന്നുണ്ട്. ഷോക്കേസ് ഓഫ് NEP 2020 ഇൻ സ്കൂൾ പ്രാക്ടീസസ് എന്നൊരു ഭാഗത്ത് പറയുന്നു. അടുത്തതായി, The selected schools will help showcase the implementation of the National Education Policy 2020 and emerge as exemplar schools over a period of time എന്ന് പറയുന്നു. അപ്പോൾ ഇത് നടപ്പാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി മാത്രം നോക്കൂ, 365 സ്കൂളുകളിൽ മാത്രമേ നടപ്പാക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ 2 തരം വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്നു എന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു കുറച്ച് സ്കൂളുകൾക്ക് മാത്രമായിട്ടൊരു ഇപ്പോൾ തന്നെ SCRT NCRT പഠിക്കുന്ന സ്കൂളുകൾ കേരളത്തിലില്ലേ? ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ നമ്മുടെ ഈ കാര്യങ്ങൾ നമ്മൾ കേരള സർക്കാർ ഇതിലൊക്കെ ഒരു പ്രതിരോധം തീർത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കാവ്യവൽക്കരണം പാഠപുസ്തകങ്ങൾ വരുന്നതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. നമ്മുടെ ഗാന്ധി മരിച്ച പാഠഭാഗം ഒഴിവാക്കിയതിനെ കുറിച്ച് ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത് CPM ആണ്. എപ്പോഴും പാഠ്യപദ്ധതിയിൽ RSS നയം നടപ്പാക്കുന്നതിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത്, അതിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കും, നമുക്ക് ഓർമ്മയുണ്ടല്ലോ മിത്ത് വിവാദത്തിൽ ഷംസീർ പ്രതികരിച്ച് ഓർക്കുന്നില്ലേ? എന്താണ് ഷംസീർ അന്ന് പറഞ്ഞിരുന്നത്? ഷംസീർ പറഞ്ഞിരുന്ന കാര്യം എന്താണ്? നമ്മളുടെ പാഠപുസ്തകങ്ങളിൽ ശാസ്ത്രം പഠിക്കുന്നതിന് പകരം മറ്റു ചില കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മിത്ത് വിവാദം വളരെ ശക്തമായി തന്നെ പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾക്ക് പകരം ഹൈന്ദവ പുരാണത്തിലെ മിത്തുകളാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ വന്ധ്യതാ ചികിത്സയും വിമാനവും പ്ലാസ്റ്റിക് സർജറിയും ഒക്കെ പുരാണ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന രൂപത്തിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ഏത് രൂപത്തിലാണ് ചില പ്രതിഷേധങ്ങൾക്കിടയൊക്കെ നമ്മൾക്ക് ഓർമ്മയുണ്ടല്ലോ. NSS ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ നടത്തി. പക്ഷേ അന്ന് ഷംസീർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അന്ന് ആ ഷംസീർ എടുത്ത നിലപാട് ഇന്നിപ്പോൾ ഷംസീർ അതിൽ പ്രതികരിക്കുമോ എന്ന് അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും CPM അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. പീപ്പിൾസ് ഡെമോക്രസിയിൽ അതിൽ ലേഖനം വന്നിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി തന്നെ പല ഘട്ടത്തിൽ ഈ കാവ്യവൽക്കരണത്തെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് മുഗൾ കാലഘട്ടം നമ്മളെ പാഠപുസ്തകത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പാഠ്യപദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല, ചില കാര്യങ്ങൾ തമസ്കരിക്കാം, ചില കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന രൂപത്തിൽ പുതിയ തലമുറ അറിയേണ്ടതേ ഇല്ല എന്ന രൂപത്തിൽ, ഗുജറാത്ത് കലാപം ഒന്നും അറിയണ്ട എന്ന രൂപത്തിലേക്ക് മാറ്റുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധിതമായി ഇത്രയും സ്കൂളുകളിൽ വരുന്നു. അത് ഇടത് സർക്കാർ അതിൽ ഒപ്പിടുമോ എന്നുള്ള പ്രധാനമല്ലേ? അത് CPI ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? CPI പറഞ്ഞു അത് ഉറപ്പായിട്ടും ഈ പറയുന്ന ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ, PM ശ്രീ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പാഠ്യപദ്ധതിയിലേക്ക് വരേണ്ടി വരും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? CPIക്ക് അത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണല്ലോ. CPIയുടെ പ്രതിഷേധം കൊണ്ടാണല്ലോ ഇതുവരെ ഒപ്പിടാതിരുന്നത്. നേരത്തെ 2 തവണ ക്യാബിനറ്റിൽ വന്നതാണ്. അന്ന് ആ എതിർപ്പ് മുഖ്യമന്ത്രി ശരിവെക്കുകയും നമുക്ക് LDFൽ ചർച്ച ചെയ്യാമെന്ന് പറയുകയും ചെയ്താണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയാനിരിക്കുമ്പോൾ ഈ 1500 കോടിയുടെ കണക്കൊക്കെ പറയുന്നത് ഇവിടെ നിന്നാണ് ഈ 1500 കോടി? ഇപ്പോൾ 2023 മുതൽ 2027 വരെയുള്ള 5 വർഷത്തെ പദ്ധതിയാണ്. അതത് വർഷങ്ങളിലാണ് ഫണ്ട് കൊടുക്കുക. അതത് വർഷങ്ങളിൽ ഫണ്ട് കൊടുക്കുമ്പോൾ ഈ വർഷത്തെ നോക്കുമ്പോൾ 165 കോടിയാണ് കേന്ദ്രവിഹിതമായി കിട്ടുന്നത്. 40% കേരളവും 60% കേന്ദ്രവുമാണല്ലോ. അപ്പോൾ 165 കോടി മാത്രമാണ് കേരളം കൊടുക്കാനുള്ളത്, കേന്ദ്രം തരാനുള്ളത്. അപ്പോൾ ആ 165 കോടിക്ക് വേണ്ടി നിലപാട് തന്നെ മാറ്റുകയാണെന്നൊക്കെ രൂപത്തിൽ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് റിലീസ് ചെയ്തിട്ടില്ല. നോക്കൂ, സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ കോടതിയിലേക്ക് പോകാവുന്നേ. കോടതിയിൽ പോയി വാങ്ങിയവരാണ് തമിഴ്നാട്. കോടതിയിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ? കോടതിയിലേക്ക് പോകാമല്ലോ. കോടതിയിലേക്ക് പോയോ ഇല്ലയോ? പക്ഷേ പാർലമെന്റ് പറഞ്ഞിരിക്കുന്നത് അമിക്കബിളായി സെറ്റിൽ ചെയ്യാനാണ് എന്നുള്ള ഓപ്ഷനാണ്. കോടതിയിലേക്ക് പോകുക എന്ന ഓപ്ഷൻ നോക്കിയിട്ടേ ഇല്ല, ഒപ്പിടുക എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഇത് നേരത്തെ തന്നെ ഒപ്പിടാനുള്ള ഒരു തീരുമാനവുമായി 2024 അണ്ടർടേക്കിംഗ് നൽകിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിൽ പോയി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുക കൊടുത്തിട്ടില്ല. അപ്പോൾ അതായത് ഒപ്പിട്ട ഉടനെ തുക കിട്ടാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ 165 കോടി, ഈ വർഷത്തെ 165 കോടി ഇതാ ഒപ്പിടുന്നു, അടുത്ത ദിവസം കിട്ടുക എന്ന രൂപത്തിലില്ല. ഇനി 6 മാസമുള്ള സർക്കാർ എന്തിനാണ് ഇത്രയും കാലം പറഞ്ഞു വെച്ച കാര്യത്തിൽ നിന്നും പിന്നാക്കം പോകുന്നത്?
പല കാര്യങ്ങളിലായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒത്തുതീർപ്പുകളുണ്ടോ, നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള സംശയം പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ പറയുന്ന നയം മാറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, പണം വാങ്ങുന്നതിൽ തെറ്റില്ല, പണത്തിന് അർഹതയുണ്ടല്ലോ എന്ന് പറയുന്നത്. പക്ഷേ KC വേണുഗോപാൽ അതല്ല പറയുന്നത്. ഇനിയിപ്പോൾ ഈ തരത്തിൽ ഈ ഒരു കൺകറന്റ് ലിസ്റ്റിലേക്ക് ഈ വിദ്യാഭ്യാസത്തെ കൊണ്ടുവന്നത് തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഏത് സമയത്താണ്? എമർജൻസിയുടെ സമയത്താണ്. അപ്പോൾ അതായത് ആ തരത്തിൽ വിദ്യാഭ്യാസത്തിൽ കടന്നുകൂടേണ്ടതുണ്ട്. അതായത് നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് നിലപാടെടുക്കുന്ന ആ സന്ദർഭം നോക്കൂ. അതേ രൂപത്തിലല്ലേ ഇപ്പോൾ കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനോടൊന്നും നിശബ്ദമായി നിൽക്കുന്ന ഒരു രീതിയായിരുന്നില്ല ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. ഇടതുപക്ഷം ആകെ എന്ന് പറഞ്ഞുകൂടാ, CP എപ്പോഴും ആ നിലപാട് ഉറച്ചു നിൽക്കുന്നു. പതിവ് വിട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലും ഒന്ന് മയമായി പറഞ്ഞ് മാറി നിൽക്കുന്ന രീതിയിൽ നിന്ന് മാറി ബിനോയ് വിശ്വം അതിൽ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല നമ്മുടെ മന്ത്രിമാരോട് ആ നിലപാടിൽ മന്ത്രിസഭാ യോഗത്തിൽ പറയണമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നതിൽ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ആശങ്ക അറിയിക്കുന്നു എന്ന രൂപയിൽ CPI മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നു. ഇത് ഒപ്പിടാൻ തീരുമാനിക്കുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും മന്ത്രി ശിവൻകുട്ടിയുടെ തീരുമാനം മാത്രമായിട്ട് ഞാൻ കരുതുന്നില്ല. മാറിയ CPMന്റെ നയമാണ്. അതിൽ കാവ്യ വിരോധം പതുക്കെ മാറുകയാണ്. നമുക്കൊരു ഇടവേള എടുത്ത് തിരിച്ചു വരാം. കാവ്യ വിരോധം കഥയായോ എന്നാണ് ചോദ്യം. PM-ശ്രീ പദ്ധതിയിൽ ജിമ്മി. കാവ്യ വിരോധം CPM വളരെ ആത്മാർത്ഥമായി പറയുന്നൊരു നിലപാടാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മറ്റ് വഴിയില്ലാത്തതുകൊണ്ട് തൽക്കാലം ഈ കാവ്യ വിരോധം ഞങ്ങൾ മടക്കി പോക്കറ്റിൽ വെക്കുകയാണെന്നാണ് CPM പറയാതെ പറയുന്നതായി മനസ്സിലാക്കുന്നത്. ഇന്ന് ഇത് സംബന്ധിച്ച് പ്രതികരിച്ച CPMൻ്റെ നേതാക്കളും തമിഴ്നാടിന് ഇത്രയും വലിയ പണമുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും പണമില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഓർക്കണം, തമിഴ്നാടിന് കിട്ടുന്ന പണവും കേരളത്തിന് കിട്ടുന്ന പണവും കേരളം ചെലവഴിക്കേണ്ട പണവും തമിഴ്നാടിന് ചെലവഴിക്കേണ്ട പണവും തമ്മിലൊക്കെ വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസവും വരും, അത് വേറെ കാര്യം. പക്ഷേ അടിസ്ഥാനപരമായി ഈ കാര്യത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദം തമിഴ്നാട് പോലെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലപ്പാ, അതുകൊണ്ട് നമ്മൾ വിടുകയാണ് എന്ന് ഇപ്പോഴേ ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ CPI കൂടെ കൺവിൻസ് ചെയ്യിച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു അടിസ്ഥാനപരമായ ചോദ്യം, സത്യത്തിൽ എന്താണ് അടിസ്ഥാനപരമായി നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി 2020 ആ പോളിസി വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് മുതൽ നമ്മൾ ചർച്ച ചെയ്യണം. ഇത് മൊത്തം കാര്യങ്ങൾ BJP അങ്ങ് വീട്ടിൽ കൊണ്ടുപോകും എന്ന് പറയുന്ന ഒരു നറേറ്റീവിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുകൂടെ ആലോചിക്കണം. അടിസ്ഥാനപരമായി സ്കൂളിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ സ്ട്രക്ചർ മാറുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ +2 ആണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. പുതിയ എഡ്യൂക്കേഷണൽ പോളിസി അനുസരിച്ച് ആ പോളിസിയിൽ അത് +4 ആണ്. 9, 10, 11, 12 അത് നമ്മുടെ +2 പുറകോട്ട് എടുത്താൽ 10+2+3+2 ഇതാണ് ഇപ്പോഴത്തെ രീതി. അത് മാറി 4ാം വയസ്സിലൊരു കുട്ടി നമുക്കിപ്പോൾ സ്കൂളിൽ ചേരുന്നതിന് പകരം ആ കുട്ടിയെ 3ാമത്തെ വയസ്സിൽ ചേർക്കണമെന്നും 5+3+3+4 ഏറ്റവും അവസാനത്തെ 4 ആണ് 9, 10, 11, 12 ഇങ്ങനെ ഈ സ്ട്രക്ചർ മാറണം എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇത് നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. ഇത് നമ്മുടെ മൊത്തം സ്ട്രക്ചറിനെ മാറ്റം വരുത്തുക എന്നത് മുതൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നമുക്ക് ഒരുപാട് തർക്കങ്ങളുണ്ട്. അത് ഇടതുപക്ഷം വളരെ ശക്തമായി ഉന്നയിച്ചതുമാണ്. അതിനകത്ത് പ്രൈവറ്റൈസേഷനുണ്ട്, അതിനകത്ത് വർഗീയവൽക്കരണമുണ്ട്, ടെക്സ്റ്റ് ബുക്കുകളുടെ മാറ്റത്തിരിക്കലുകളുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ PM-ശ്രീയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ കരിക്കുലം എങ്ങനെയാണ് മാറ്റുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഭാഗം വായിക്കാം. ഇത് കരിക്കുലം PM-ശ്രീയിലെ കരിക്കുലത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. കരിക്കുലം ഇൻ PM-ശ്രീ സ്കൂൾ ഷാൽ ഫോളോ ദ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് / സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് ഡെവലപ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ന്യൂ സ്ട്രക്ചർ ഓഫ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിച്ച് ഈസ് 5+3+3+4 എന്ന് വെച്ചാൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കും ഒരു സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്കും ഉണ്ട് എന്നാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, എന്താണ് സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അത് CBSE സ്കൂളുകൾക്കാണ്. സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് സ്റ്റേറ്റ് ബോർഡുകൾക്കുള്ളതാണ്, അതായത് കേരളത്തിലുള്ള സ്കൂളുകൾക്കുള്ളതാണ്. എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു റോൾ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഞാൻ സംസാരിച്ച ചില വിദ്യാഭ്യാസ വിദഗ്ധർ പറയുന്നത് അങ്ങനെയാണ്. ഇവിടുത്തെ ടെക്സ്റ്റുകൾക്കൊക്കെ ഈ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലായിട്ട് 2020 നടപ്പിലായതാണ്. നമ്മൾ 5 വർഷം കഴിയുന്നു. ഏത് ടെക്സ്റ്റ് ബുക്കാണ് മാറിയത്? CBSE ടെക്സ്റ്റ് ബുക്കുകളാണ് മാറിയത്, ICSE ടെക്സ്റ്റ് ബുക്കുകളാണ് മാറിയത്, SLC ടെക്സ്റ്റ് ബുക്കുകൾ മാറിയതായി നമുക്കറിയാമോ? നമ്മൾ NEP ഇംപ്ലിമെന്റ് ചെയ്തില്ല. അല്ല, NEP ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ വായിച്ചത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കും സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്കും രണ്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡർക്ക് ഡിസിഷൻ എടുക്കാം. അതാണ് എൻ്റെ പോയിന്റ്. അത് സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്കിൽ അങ്ങനൊരു സ്പേസ് ഉണ്ട്. നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഇനിയിപ്പോൾ മാറ്റാതിരിക്കാനുമുള്ള അവകാശമുണ്ട് എന്നാണ് ഞാൻ സംസാരിച്ച ആളുകൾ പറഞ്ഞത്. സബ്ജക്റ്റ് ടു കറക്ഷൻ. എൻ്റെ ബോധ്യം ഇതാണ്. ഇങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇത്രയും വലിയ ബഹളം ഇപ്പോഴേ വെക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ
പുതിയ +4 എന്ന് പറയും, നമ്മുടെ +2 പകരം +4 എന്നൊരു സംവിധാനം നമ്മൾ നടപ്പിലാക്കിയില്ലെങ്കിൽ, അതായത് താഴെ തട്ടിൽ മുതൽ പ്രീ കെ ജി 3 ക്ലാസ്, നമുക്കിപ്പോൾ 2 ക്ലാസ്സേ ഉള്ളൂ, അത് 3 ക്ലാസ് ആക്കിയില്ലെങ്കിൽ, ഈ സ്ട്രക്ചർ മുഴുവൻ മാറിയില്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, +2 കഴിഞ്ഞ് പോകുന്ന കുട്ടികൾ നാഷണൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ IIT അല്ലെങ്കിൽ NIT മുതലായ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ മാനദണ്ഡം +4 ആണ്. അപ്പോൾ +2 പഠിക്കുന്ന കുട്ടിക്ക് അവിടെ പഠിക്കാൻ പറ്റുമോ? ഒരു പ്രശ്നമുണ്ട്. അതേസമയം CBSE ഈ സാധനം നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രീയ വിദ്യാലയത്തിൽ ഇതിനകം വന്നു കഴിഞ്ഞു. കേന്ദ്രീയ വിദ്യാലയത്തിൽ വന്നു, CBSE വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CBSE കുട്ടികൾക്ക് ഈ സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള സ്കൂൾ ഓഫ് എക്സലൻസിലേക്ക് അഡ്മിഷൻ വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം വരുമോ? ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാർ നമ്മളെ വളഞ്ഞു പിടിച്ചു കഴിഞ്ഞു ഈ സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ എന്നതാണ് പ്രശ്നം. ഇപ്പോൾ തന്നെ കേരളത്തിൽ 30% കുട്ടികൾ 2020 കണക്കനുസരിച്ച് നാഷണൽ സാമ്പിൾ സർവേയുടെ കണക്കനുസരിച്ച് 30% കുട്ടികൾ CBSE സ്കൂളുകളിലാണ് പഠിക്കുന്നത്. ബാക്കി 70% സ്റ്റേറ്റ് ബോർഡിലേക്ക് പോയിരിക്കുന്നത്. ഈ 30% കുട്ടികൾക്കും കുഴപ്പമില്ല, അവരുടെ ടെക്സ്റ്റ് ബുക്കുകളും മാറും. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അടിസ്ഥാന സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ. ഇനി സിലബസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത് 2 പേർക്കും ചൂസ് ചെയ്യാവുന്നൊരു സാധ്യതയുണ്ട് എന്ന് പലരും പറയുന്നു, സബ്ജക്റ്റ് ടു കറക്ഷൻ. പക്ഷേ ഇതെല്ലാം PM ശ്രീയുടെ പ്രോജക്റ്റ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ 2021 മുതലേ ഉണ്ട്, മറ്റേത് 2020 മുതലേ ഉണ്ട്. ഇതൊന്നും അറിയാതെ അല്ലല്ലോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ ദേശീയ തലത്തിൽ CPM പ്രശ്നം ഉണ്ടാക്കിയത്. അതിൻ്റെ കാരണം അത് CBSE സ്കൂളുകളിലായാലും സ്റ്റേറ്റ് സ്കൂളുകളിലായാലും ഇങ്ങനെ മാറ്റാൻ പറ്റില്ല, സിലബസുകൾ മാറ്റാൻ പറ്റില്ല, NCERTയുടെ സിലബസുകൾ മാറ്റാൻ പറ്റില്ല എന്ന വിശാലമായ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അത് സ്റ്റേറ്റ് സിലബസിലേക്ക് വരുമ്പോൾ അത് നമുക്ക് നമ്മുടെ നിലപാടുകൾ ഉറപ്പിച്ച് നിർത്താം എന്നുള്ളതാണ് ഇതിനകത്തൊരു ലൂപ്പ് ഹോളായി പലരും പറയുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യാവുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം എന്തിനായിരുന്നു ബഹളം വെച്ചത്? ഇത് 2021 ഇത് വരുമ്പോഴേ ഇതിനകത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ അന്നേ പറയണ്ടേ? അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നത് നമുക്ക് ഈ പണം വാങ്ങിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാമെന്നാണ്. ഈ ഒരു വരി വായിക്കുമ്പോൾ അതിനകത്ത് അങ്ങനെ രൂപങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 2021 ഇതിനെതിരെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് അറിയില്ലായിരുന്നു, അതോ ഇത് അറിഞ്ഞിട്ട് മനഃപൂർവ്വം കാവ്യവൽക്കരണത്തിന് ഞങ്ങൾ പടപൊരുതുകയാണെന്ന് പറഞ്ഞ് ബഹളം വെച്ചതാണോ? അതോ ഇത് ആരും പറഞ്ഞു കൊടുത്തില്ലേ? നമ്മുടെ നാട്ടിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയും. ഒരാൾ നമുക്കെതിരാണെങ്കിൽ അമേരിക്കൻ ചാരൻ എന്ന് വിളിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി. എന്തു പറഞ്ഞാൽ അമേരിക്കൻ ചാരനാണ്. ഓർമ്മയുണ്ടോ തോമസ് ഐസക്കിൻ്റെ കൂടെ ഒരു പ്രൊഫസർ പുസ്തകം എഴുതിയപ്പോൾ അയാളെ റിച്ചാർഡ് ഫ്രാങ്ക്ലി അമേരിക്കൻ ചാരനാണെന്ന് പറഞ്ഞ അവസാനം തെളിയിക്കാൻ പറഞ്ഞപ്പോൾ പാഠഭേദം മാസികയുടെ കക്ഷി പറഞ്ഞത് അല്ല, ഞങ്ങൾ പണ്ട് മുതലേ ഞങ്ങളെ എതിർക്കുന്നവരെ വിളിക്കുന്നത് CA ചാരനാ, അതുകൊണ്ട് വിളിച്ചെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മൊത്തത്തിൻ്റെയും പണ്ട് മുതലേ ഉള്ളൊരു തന്ത്രമാണ് ഒരു ശത്രുവിനെ ഉണ്ടാക്കുക, ആ ശത്രുവിനെ നിരന്തരം പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ട് അമേരിക്കയാണ്, CA ആണ്, ഇപ്പോൾ BJP ആണ്, കാവ്യവൽക്കരണമാണ്. ഇതിനകത്ത് ഇതിൻ്റെ ഗൗരവത്തെ ഒട്ടും ചോർത്തിക്കളഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഈ വിഷയത്തിൽ ദേശീയ തലത്തിൽ NCERT ടെക്സ്റ്റ് ബുക്കുകൾ കുളം തോരുന്ന ഒരു പരിപാടി BJPക്കുണ്ട്. ആ BJPയുടെ ആ നിലപാടിനെ എതിർക്കുക തന്നെയാണ് രാഷ്ട്രീയ ലൈൻ. പക്ഷേ കേരളത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലൂപ്പ് ഹോൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ +4 എന്ന് പറയുന്ന പുതിയ വിദ്യാഭ്യാസ സ്ട്രക്ചർ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് ഉറപ്പായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനപരമായ ചോദ്യം. ഇത് അന്നേ ചെയ്യണ്ടേ? എന്ന് മാത്രമല്ല, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ +4ലേക്ക് മാറേണ്ടി വരും, വേറെ വഴിയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ NITയിലും അതുപോലെയുള്ള ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് കടക്കാനാവില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വരും. അപ്പോൾ വളരെ ന്യായമായിട്ടും ഇത് മാറ്റേണ്ടിയും വരും. കേരളം എന്തുകൊണ്ടാണ് കുറച്ച് വൈകി മാത്രം ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ബലമായ സംശയം. PM ശ്രീ എന്ന് പേരുള്ളത് കൊണ്ടാണോ ആദ്യമേ എന്നാൽ പിന്നെ പ്രധാനമന്ത്രിയല്ലേ വേണ്ട എന്ന് ആദ്യമേ അങ്ങ് മസിൽ പിടിച്ചു, കുറച്ച് കഴിഞ്ഞ് അവർ ക്ലിപ്പിടുന്നു. തീർച്ചയായും അന്യായമായ കാര്യത്തിൽ ആ വിരോധം വെച്ച് അവസാനം വേറെ നിവൃത്തിയില്ല വന്നപ്പോൾ സത്യം പുറത്ത് പറയുന്നു. സത്യത്തിൽ അതൊരു കുഴപ്പമില്ല കേട്ടോ, അപ്പോൾ ഇത്രയും കാലം ചെയ്യായിരുന്നു അത് വെറുതെ, അതൊരു വശം. പക്ഷേ അതേസമയം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചില സ്കൂളുകളെ മാത്രം സെൻട്രൽ ഓഫ് എക്സലൻസ് ആയി ഉയർത്തി നിർത്തി ബാക്കി സ്കൂളുകളെ ഒഴിവാക്കി വിടുന്ന ഒരു രീതി കേരളത്തിന് പറ്റില്ല. കാരണം കേരളം വളരെ എല്ലാ സ്കൂളുകൾക്കും വളരെ കാര്യമായി വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ സ്കൂളുകൾക്ക് മാത്രം +4 മാത്രം വെച്ചിട്ട് നടപ്പിലാക്കാൻ പറ്റില്ല. അതായത് PM ശ്രീ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ സ്ട്രക്ചർ വേണം എന്ന് നിങ്ങൾ പറയുകയും PM ശ്രീ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്താൽ ഈ സ്കൂളുകളുടെ സ്ട്രക്ചറിൽ +4 വരില്ലേ? +4 വരും. അപ്പോൾ ബാക്കിയുള്ള സ്കൂളുകളിലോ? അപ്പോൾ SLC പഠിക്കുന്ന 336 സ്കൂളുകളിൽ +4, ബാക്കിയുള്ള 100-1000 സ്കൂളുകളിൽ +2. അതെങ്ങനെ ശരിയാവും? ഇത് മൊത്തം കൺഫ്യൂഷനാണ്, ഇത് മൊത്തം പൊടിയിടലാണ്. 2-3 വർഷം കഴിയുമ്പോൾ ഈ സ്ട്രക്ചർ തന്നെ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
തമിഴ്നാടിൻ്റെ കാര്യം നമ്മൾ പലപ്പോഴും പറയും, തമിഴ്നാട് കേസിന് പോയില്ലെന്ന്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഗവർണർമാർ നിയമത്തിന് മുകളിൽ അടയിരിക്കുന്നു, ബില്ലുകൾക്ക് മുകളിൽ അടയിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയൊരു പരാതി ഉണ്ടായപ്പോൾ ആദ്യം കോടതിയിൽ പോയാരാ? തമിഴ്നാടാ. തമിഴ്നാട് പോയി അനുകൂലമായി വിധി വാങ്ങിച്ചപ്പോഴാണ് നമ്മൾ പുറകെ ചെല്ലുന്നത്. അവസാനം കേന്ദ്രം നമ്മുടെ കേസ് ഒരു ആയുധമായി ഉപയോഗിക്കുമോ എന്ന് ഭയപ്പെട്ട് നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് തമിഴ്നാടിൻ്റെ വിധി മതി പറഞ്ഞു. അല്പം വൈകിയതേ ഉള്ളൂ, പക്ഷേ തമിഴ്നാട് ആ കേസ് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ കാര്യത്തിലും നമുക്കൊരു രാഷ്ട്രീയ വില്ലുണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ തമിഴ്നാട് പോയതുപോലെ കോടതിയിൽ പോകേണ്ടതായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെയും പോയിട്ടില്ല. ചുരുക്കത്തിൽ തെരുവിലെ മൈക്ക് കെട്ടിയുള്ള പ്രഭാഷണത്തിനും വേണ്ടി മാത്രം ഈ നിലപാടുകൾ പറയുന്നതാണോ? അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയുന്നു ഇത് നടപ്പിലാക്കിയാൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 3 വർഷം മുമ്പ് എന്തുകൊണ്ട് യാതൊരു കുഴപ്പവും എല്ലാ കുഴപ്പവും ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു? ഇത് തമ്മിൽ കോൺട്രാക്ട് ചെയ്യുന്നില്ല. കോൺട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന്. 2, നിങ്ങൾ ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന ചില സ്കൂളുകളിൽ മാത്രം നടപ്പിലാക്കി ബാക്കി പണം ഞങ്ങൾക്ക് വാങ്ങിക്കാം. അത് നടക്കില്ല. PMCയുടെ 336 സ്കൂളിൽ മാത്രമായി നിങ്ങൾക്ക് പുതിയ ഒരു വിദ്യാഭ്യാസ ശ്രേണി ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ചുരുക്കത്തിൽ മൊത്തം കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു സ്ഥിതിയാണ്. സർക്കാർ തന്നെ ഇതിന് വ്യക്തത വരുത്തണം. 2 കാര്യങ്ങളിൽ. ഒന്ന്, 2021 കുഴപ്പമുണ്ട്, 2025 ഒരു കുഴപ്പവുമില്ല. ഗത്യന്തരമില്ല എന്നുള്ളത് മാത്രമല്ല പറയുന്നത്, നമുക്ക് ഇതിനകത്തുനിന്ന് പറ്റുമെന്നാണ്. ഈ രേഖപ്രകാരം പറ്റുമെന്ന് തന്നെയാണ് ഞാനും വായിച്ചിരിക്കുന്നത്. പല വിദ്യാഭ്യാസ മേഖലയിലും അത് പറയുന്നു. അപ്പോൾ ഇത് നേരത്തെ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളിലെല്ലാം വിദ്യാഭ്യാസ വകുപ്പും പാർട്ടിയും വ്യക്തത വരുത്തണം. സുജയിലേക്ക് എത്തിയാൽ, സുജയ, പ്രൈം മിനിസ്റ്റർ ശ്രീ കാവി വിരോധം കഥയായോ? കാവ്യ വിരോധം കഥയായി എന്ന് കേരളത്തിൽ രാഷ്ട്രീയ ബോധ്യമുള്ള ആരും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? RSSനെ തുറന്നെതിർക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു വേദിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമടക്കം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയും CPIയും ഒക്കെ RSSനോടുള്ള വിരോധം അവസാനിപ്പിച്ചു എന്നത് കോൺഗ്രസിന് വേണ്ടി വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്ന ആഖ്യാനത്തെ ഏറ്റുപറയാം. പക്ഷെ അങ്ങനെയല്ല. ഇടതുപക്ഷത്തിന് കൃത്യമായി RSSനോടുള്ള എതിർപ്പ് എന്താണ് എന്നത് അത് ഓരോ ദിവസവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നില്ലല്ലോ. ഇപ്പോൾ എല്ലാ ദിവസവും മുഖ്യമന്ത്രി വന്ന് രാവിലെ എഴുന്നേറ്റ് 10 മണിയാകുമ്പോഴേക്കും RSSനോട് ഞങ്ങൾക്ക് എതിർപ്പാണ്, RSSന്റെ നയത്തോടും നിലപാടിനോടും ഞങ്ങൾക്ക് എതിർപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് ഇടതുപക്ഷത്തിന്റെ RSSനോടുള്ള നിലപാട് എന്നത് ഈ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പറഞ്ഞതാണ്. RSSന്റെ നിലപാടുകളെ എങ്ങനെയാണ് എതിർക്കുന്നത് എന്നതും അദ്ദേഹത്തിന്റെ പബ്ലിക് ആയിട്ടുള്ള ഒരു സ്പീച്ചിൽ തന്നെ വന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അധികം പഴയ ഉദാഹരണമൊന്നുമല്ല. അപ്പോൾ ഇവിടെ ഈ പ്രഖ്യാപനം നടത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നത് വിശദീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ താഴെത്തട്ടിലേക്കും അത് വിശദീകരിക്കേണ്ടി വരും. കാരണം ഇത് നയം മാറ്റമാണ് എന്ന് മുന്നണിക്കുള്ളിലെ പ്രധാന ഘടകകക്ഷിയായ CPI തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നയം മാറിയത് പണം കിട്ടാനാണ് എന്ന് വളരെ ലഘുവായി തന്നെ വിശദീകരിച്ച് ആദ്യം തന്നെ വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തി. പക്ഷേ അങ്ങനെ ഒരു ലഘു വിശദീകരണം മതിയോ എന്നതാണ് നിങ്ങൾ ഉന്നയിച്ച 2 ക്വസ്റ്റ്യൻസിൽ നിന്നും, 2 പേരുടെയും മുന്നോട്ട് വെച്ച ആശങ്കകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം നടപ്പാക്കുന്നതിനായിട്ടുള്ള ഒരു കുറുക്കുവഴിയാണ് NEP 2020 കൊണ്ടുവന്നത്. അത് അതിനുശേഷം ഇപ്പോൾ 5 വർഷം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ ഈ MOU ഒപ്പിടുന്നതിലേക്കുള്ള ആ തീരുമാനമെടുത്ത പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം യഥാർത്ഥത്തിൽ വേസ്റ്റ് ആക്കുകയായിരുന്നോ എന്ന ചോദ്യവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അത് നമ്മൾ കാണേണ്ടതുണ്ടല്ലോ. പദ്ധതിയിലേക്ക് വന്നിട്ട്, അതായത് PM ശ്രീ പദ്ധതിയിലേക്ക് വന്നിട്ട് 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ 2.5 വർഷം, പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 5 വർഷത്തെ ഒരു പ്രോജക്റ്റാണ് PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. അത് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ സ്കൂളുകൾ, ഇത്രയും സ്കൂളുകൾ മാത്രമല്ല, രാജ്യത്തെ എല്ലാ സ്കൂളുകളെയും ഒരേ രീതിയിൽ വികസിപ്പിച്ച് കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ തുടക്കം മാത്രമാണ്. 2022 മുതൽ 2027 വരെയുള്ള ആ പ്രോജക്റ്റിലാണ് കേരളത്തിലെ നിങ്ങൾ പറഞ്ഞതുപോലെ 400-ൽ താഴെ മാത്രമാണ് സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ബാക്കി സ്കൂളുകളെല്ലാം ഇതിൽ നിന്ന് പുറത്താക്കപ്പെടുമോ? ആ സ്കൂളുകൾക്കും തുല്യനീതി ലഭിക്കേണ്ടതല്ലേ? തുല്യനീതി ലഭിക്കണം എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം NEP 2020 ഒരു സ്ട്രക്ചറൽ ഡിസൈനിൽ ഒരു മാറ്റം കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ എല്ലാ വിദ്യാലയങ്ങളിലും നടപ്പാക്കണം. എന്നാൽ മാത്രമേ ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കും ഒരേ രീതിയിൽ കോമ്പറ്റീറ്റീവായി ഫർദർ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ പ്രീ ഡിഗ്രിയിൽ നിന്ന് +2ലേക്ക് എത്തിയത് എങ്ങനെയാണ്? പ്രീ ഡിഗ്രിയിൽ നിന്ന് +2ലേക്ക് എത്തിയപ്പോൾ ഇതേ തെരുവിൽ സമരം നടത്തിയതല്ലേ? അന്ന് സമരം നടത്തിയ പാർട്ടിയുടെ പേര് CPI എന്നല്ല, CPIM എന്നാണ്. CPIM നടത്തിയ സമരം അത് തെരുവുകളിലായിരുന്നു. CPI ഇപ്പോൾ ഈ പ്രസ്താവന യുദ്ധം നടത്തുന്നതല്ലാതെ പരസ്യമായ പ്രതിഷേധത്തിലേക്ക്, വലിയ എതിർപ്പിലേക്കൊന്നും പോകാത്തത് ഭരണമുന്നണിയുടെ ഭാഗമായതുകൊണ്ടാകാം. പക്ഷേ മറുഭാഗത്ത് കോൺഗ്രസ് നിൽക്കുന്നുണ്ടല്ലോ, ലീഗ് നിൽക്കുന്നുണ്ടല്ലോ. ഈ പ്രസ്താവന യുദ്ധമല്ലാതെ തെരുവുകളിലേക്കൊന്നും ആരെയും കണ്ടില്ല. ഒരു വിദ്യാർത്ഥി സംഘടനയും ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? പ്രീ ഡിഗ്രിയുടെ കാലത്ത് കണ്ട പ്രതിഷേധം എങ്ങനെയാണ്? അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രതിഷേധം നടത്തേണ്ടതല്ലേ? ഈ സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് കാവ്യവൽക്കരണം അത് പാഠപുസ്തകങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ഒരു ഹിഡൻ അജണ്ടയാണ് എന്നതൊരു പൂർണ്ണമായും ഉറച്ച ബോധ്യമാണ് എന്നുണ്ടെങ്കിൽ പ്രീ ഡിഗ്രിയെ എന്തുകൊണ്ട് കോളേജുകളിൽ നിന്ന്
പ്രീ ഡിഗ്രി മാറ്റുന്നതിനെതിരെ നടത്തിയ അന്നത്തെ ഡീലിങ്കിനെതിരെ നടത്തിയ ഡീലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഡിസൈനൊക്കെയാണ് അന്നത്തേത്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ആ രീതിയിൽ വലിയ പ്രതിഷേധം തെരുവിൽ നടത്തിയ ആളുകൾ അവർ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാട്ടേണ്ടേ? ഇന്നിപ്പോൾ കോൺഗ്രസിൽ തന്നെ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? രണ്ട് അഭിപ്രായമാണ്. വി ഡി സതീശൻ പറയുന്നു നയത്തിന് കീഴ്പ്പെടാതെ പണം സ്വീകരിച്ചാൽ കുഴപ്പമില്ല എന്ന സ്റ്റേറ്റ്മെന്റ് വി ഡി സതീശൻ നടത്തുകയാണ്. അതേസമയം കെ സി വേണുഗോപാലും മുസ്ലിം ലീഗും ഇപ്പുറത്ത് പറയുന്നത് എന്താണ്? ഈ നയമേ പാടില്ല, NEP യെ തന്നെ നിങ്ങൾ എതിർക്കണം. അപ്പോൾ അങ്ങനെ ഒരു എതിർപ്പിനൊന്നും ഞങ്ങളില്ല എന്നത് പറയാതെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഫണ്ട് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം MOU ഒപ്പിടണം. MOU ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ MOUവിന്റെ ഭാഗമായി എന്താണ് ഈ സ്ട്രക്ചറൽ ഡിസൈൻ, എന്താണ് ഈ സ്കൂളുകളിൽ വരാൻ പോകുന്ന PM ശ്രീ എന്ന് പറയുന്നത് ഗേറ്റിൽ ഒരു ബോർഡ് കൊണ്ടുവെക്കുന്നത് മാത്രമല്ല. ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയങ്ങളുടെയൊക്കെ മുന്നിലൂടെ പോയാൽ നിങ്ങൾക്ക് കാണാം ഗേറ്റിൽ PM ശ്രീ എന്നുള്ള ഒരു ബോർഡ് അവിടെ തന്നെ വരികയാണ്. അകത്ത് വിദ്യാലയങ്ങളിൽ പാഠപുസ്തകങ്ങൾക്കുള്ളിലല്ല, പുറത്തുനിന്ന് തന്നെ അത് PM ശ്രീ വിദ്യാലയമാണ്. PM ശ്രീ എന്നത് സ്കൂളിന്റെ പേരിന് മുന്നിൽ ചേർക്കപ്പെടുകയാണ്. ഗേറ്റ് മുതൽ തന്നെ അത് ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ മാറ്റം വന്നു കഴിഞ്ഞു. അപ്പോൾ 9, 10, 11, 12 ഈ 4 ക്ലാസ്സുകളെ ചേർത്തുകൊണ്ടുള്ള ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് അതിനെ എടുക്കുന്നത്. അപ്പോൾ 9ാം ക്ലാസ് മുതൽ തന്നെ ഹയർ എഡ്യൂക്കേഷനിലേക്ക്, അതായത് നിങ്ങൾ ഏത് കരിയർ ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു എക്സ്പെർട്ടീസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഹിന്ദി തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. ഹിന്ദിക്ക് ഓപ്ഷൻസായി സംസ്കൃതം മുതൽ പല ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം. എൻ്റെ മകൾ പഠിക്കുന്നത് PM ശ്രീ വിദ്യാലയയിലാണ്. അവിടെ ഏതാണോ നിങ്ങൾക്ക് വേണ്ട സെക്കൻഡ് ലാംഗ്വേജ്, അവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. എൻ്റെ മകൾ ഹിന്ദി അല്ല പഠിക്കുന്നത്, സംസ്കൃതമാണ്. അപ്പോൾ ഇഷ്ടമുള്ള വിഷയം ഏതാണോ, ആ കുട്ടിക്ക് ഫ്രഞ്ചാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏതാണ് താല്പര്യം? രണ്ട് പ്രാദേശിക ഭാഷകൾ പഠിക്കണം. അപ്പോൾ ഹിന്ദി അല്ലെങ്കിൽ സംസ്കൃതം എന്നുള്ളതിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള സ്റ്റാലിന്റെ മലയാളം, സംസ്കൃതം, ഹിന്ദി ഇതിൽ 2 പഠിക്കണം. പിന്നെ ഒരു വിദേശ ഭാഷ ഇല്ല. ഇതിലിപ്പോൾ ഹിന്ദിയും സംസ്കൃതവും പഠിക്കണം എന്നുള്ള നിബന്ധനയൊന്നുമില്ല. മലയാളം പഠിക്കണമെന്ന നിബന്ധനയുമില്ല. ചൂസ് ചെയ്യാം. മലയാളം അല്ലെങ്കിൽ മലയാളം ഓർ സംസ്കൃതം ചൂസ് ചെയ്യാം. വിഷയമല്ല, തമിഴ്നാട്ടിലാണ്. ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു വിഷയമില്ല. അപ്പോൾ ഇല്ലാത്ത ഇരുട്ടത്ത് കറുത്ത പൂച്ചയെ തപ്പിക്കുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇപ്പോൾ CPIM ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയത്. കാരണം അവർക്കും ആശങ്കകൾ ഉണ്ടായിരുന്നു. NEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ NEP-യുടെ ഭാഗമായി ഈ ഫണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്നതിൽ നിന്ന് അവരൊരു തിരിച്ചറിവിലേക്ക് എത്തി എന്നാണ് ഞാൻ കരുതുന്നത്. അന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. എല്ലാത്തിന്റെയും കാര്യത്തിൽ അങ്ങനെയല്ലേ? അല്ല, എല്ലാത്തിന്റെയും കാര്യത്തിൽ അങ്ങനെയാണല്ലോ. ശബരിമലയിൽ അന്ന് 2018-19 എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു MOU സൈൻ ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാഗികമായി അതിനെ അംഗീകരിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ മൊത്തത്തിൽ വേണ്ട എന്ന് പറയണം, അല്ല എങ്കിൽ ഞങ്ങൾ ഇതിനൊപ്പമാണെന്ന് പറയണം. ഇതല്ലാതെ യെസ് ഓർ നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർ എന്നുള്ള നിലപാടെടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ CPIM-ഉം സർക്കാരും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ആർക്ക് നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇവിടെ കാവ്യ വിരോധം കഥയായിട്ടൊന്നുമില്ല. പക്ഷേ കാവ്യ അണിഞ്ഞ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. കാവ്യയുടെ കാശ് ഞങ്ങൾക്ക് വേണം, പക്ഷേ കാവ്യയുടെ കൂടെ ഞങ്ങളില്ല. അതാണ് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPIM-ന്റെ ഇപ്പോഴത്തെ നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ RSS-നോടും കാവ്യയോടും ഒക്കെയുള്ള ആ നിലപാടും വിരോധവും ഒന്നും CPIM-നോ അല്ലെങ്കിൽ സർക്കാരിനോ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മാറുമെന്നൊന്നും ഞാൻ എന്തായാലും കരുതുന്നില്ല. ഇവിടെ ചോദ്യം എന്താണ്? പണം കിട്ടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നയ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കാമോ എന്നുള്ളതാണ്. ആ നയ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്ന് CPI പറയുമ്പോൾ പണമില്ലാതെ എന്ത് നയമെന്ന് പുറത്ത് CPIM ചോദിക്കുകയാണ്. അതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദിയുടെ വീട്ടിൽ നിന്നല്ല, ജനങ്ങളുടെ നികുതി പണമാണ്, അതുകൊണ്ട് ഈ ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് VD സതീശനും സണ്ണി ജോസഫും പറയുകയാണ്. അപ്പോൾ UDF ആണ് 2026 അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഈ സർക്കാർ സ്വീകരിക്കുന്ന അതേ നയം തന്നെയല്ലേ? മുഖ്യമന്ത്രി ആകാനായിട്ടുള്ള കുപ്പായം തുന്നിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണല്ലോ VD സതീശൻ. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും പിണറായി വിജയൻ എടുത്ത അതേ തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? ഇതേ നിലപാട് തന്നെയല്ലേ സ്വീകരിക്കാൻ പോകുന്നത്? എന്തായാലും 2026 BJP അധികാരത്തിലേക്ക് വരാൻ മാത്രം ഈ ഹാഫ് വേ മാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കേവല ഭൂരിപക്ഷത്തിനുള്ള മാന്ത്രിക സംഖ്യയിലേക്കൊക്കെ 0-ൽ നിന്ന് പൊടുന്നനെ കയറുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ സംസാരിക്കണമല്ലോ. അപ്പോൾ ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF 2026 അധികാരത്തിൽ വരും. അപ്പോൾ VD സതീശൻ അല്ലെങ്കിൽ KC whoever it is, ആരായാലും മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന ആരധികാരത്തിലേക്ക് വന്നാലും ഞങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവർക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പോൾ VD സതീശൻ ഒന്ന് പറയുന്നു, KC ഒന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ CPIM BJP ഡീലിന്റെ ഭാഗമാണ് ഈ തീരുമാനമെന്ന് KC പറയുമ്പോൾ KCക്ക് കൈയടിക്കാൻ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും നേതാവ് രംഗത്ത് വരുന്നുണ്ടോ? ഇവിടെ VD സതീശനും സണ്ണി ജോസഫും ആ ഒരു ക്ലസ്റ്റർ അവിടെ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ NEP-യുടെ ഭാഗമായി പറയുന്നത് പോലെ തന്നെ അങ്ങനെ 5+3+3 എന്നുള്ള രീതിയിലല്ല. ഇത് വേറെ ഏതൊക്കെയോ ഫോർമുലയാണ്. ഗ്രൂപ്പൊക്കെ മാറി, AI ഹൈക്കമാൻഡ് അങ്ങനെയുള്ള ഗ്രൂപ്പൊക്കെ മാറി. ഇപ്പോൾ ഈ NEP-യുടെ കാര്യത്തിൽ പോലും ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ കോൺഗ്രസിന്, അതായത് പ്രതിപക്ഷത്തിന് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ലീഗ് പറയുന്നതിനൊപ്പമാണ് KC നിൽക്കുന്നത്. എന്നാൽ VD സതീശൻ ഇപ്പോൾ KPCC യോഗമടക്കം മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു കാര്യത്തിലും ഒരു തീരുമാനം എത്താൻ കഴിയുന്നില്ല. ഇവരിനി അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം എടുക്കുമോ? അതും ഇവർക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഇനി സർക്കാരിനെ വെറുതെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPI-യുടെ കാര്യം, CPI എല്ലാ വിഷയങ്ങളിലും, അതിപ്പോൾ പൂരം കലക്കൽ ആയാലും എല്ലാ കാര്യത്തിലും CPI-ക്ക് CPI-യുടേതായ നിലപാടുണ്ട്. അപ്പോൾ അവരത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
വരികയാണ്. ഇന്ന് പക്ഷേ മന്ത്രിസഭയിൽ പോയി പറഞ്ഞിട്ട് ഈ മന്ത്രിമാർ പറഞ്ഞതിനപ്പുറം തിരിച്ചൊരു മറുപടി ഉണ്ടായില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അപ്പോൾ മന്ത്രിസഭയിലും ഈ വിഷയം ഒന്നും ഗൗനിക്കേണ്ട, അതത്രയ്ക്ക് ഇഷ്യൂ ആക്കേണ്ട എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ ഇതൊന്നും വലിയ ചർച്ചയാക്കേണ്ട എന്ന് കരുതി മറ്റു മന്ത്രിമാർ, ഇടതുപക്ഷത്തു നിന്നുള്ള മറ്റു മന്ത്രിമാർ, LDF സർക്കാരിലെ മറ്റു മന്ത്രിമാർ മിണ്ടാതിരുന്നതാണോ അതോ CPIക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി വിട്ടുകളഞ്ഞതാണോ അവഗണിച്ചതാണോ? ആ കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. എന്തായാലും മന്ത്രിസഭയ്ക്കുള്ളിൽ പോയി പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. തീരുമാനം മാറ്റുന്നു എന്നുള്ള പ്രഖ്യാപനമൊന്നും ആരിൽ നിന്നും ഉണ്ടായില്ല. MA ബേബി മാത്രം ഒറ്റപ്പെട്ട ഒരു തുരുത്തായി അവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നുണ്ട്. പക്ഷേ അതും കാര്യമായിട്ട് ആരും മൈൻഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും NEP 2020യിൽ ഒരു ഡൈല്യൂഷനും വരാൻ പോകുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം NEP 2020യുടെ അടിസ്ഥാനത്തിൽ ഈ PM ശ്രീ വിദ്യാലയ ഫണ്ടിന്റെ വിനിയോഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 33 അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം 33 ഇടങ്ങളിൽ ഇതിനകം തന്നെ ഇത് ആക്റ്റീവായി കഴിഞ്ഞു 2.5 വർഷമായി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും കേന്ദ്രീയ വിദ്യാലയ സംഘടന അടക്കം ഈ കാര്യങ്ങളിൽ ആ ഒരു 5+3+3+4 എന്നുള്ള ഫോർമാറ്റിലേക്ക് എത്തി ആ രീതിയിൽ തന്നെ വിദ്യാഭ്യാസം നടത്തി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെ ഇതിലൊരു ഡൈല്യൂഷൻ കേരളത്തിൽ എന്നല്ല ഒരിടത്തും ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ NEP 2020 അനുസരിച്ച് ഈ വിദ്യാലയങ്ങളുടെ ഫണ്ടും സ്വീകരിച്ച് ഈ കാര്യങ്ങളൊക്കെ നടത്തുക, അല്ല എങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് തറപ്പിച്ച് പറയുക. ബംഗാളും തമിഴ്നാടും പറയുന്നുണ്ട്. അങ്ങനെ തറപ്പിച്ച് പറയാൻ തയ്യാറാകില്ല. NIT IITയിലെ വിദ്യാഭ്യാസത്തിലേക്ക് ഇത് പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അത് പറയുന്നതല്ലേ. അപ്പോൾ അതല്ലാതെ ആ രീതിയിൽ ഇങ്ങനെ ഒരു സർക്കുലറോ അല്ലെങ്കിൽ ഇതാണ് തീരുമാനം, ഈ ഫോർമാറ്റിൽ പഠിച്ചവർക്ക് മാത്രമാണ് പ്രവേശനം, അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് അസ്യൂം ചെയ്യുകയാണ്. ഇപ്പോൾ ജിമ്മി സർ പറഞ്ഞ കാര്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഡറോ അല്ലെങ്കിൽ ഇതാണ് ഈ പ്രോസസ് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത മാത്രമല്ല സുപ്രീം കോടതിയിൽ അത് തള്ളിക്കളയുകയും ചെയ്തു. സ്റ്റേറ്റിനാണ് അത് തീരുമാനിക്കാൻ കഴിയുക. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് അത്. സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ അല്ല അരുൺ സർ, ഞാൻ അതാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വന്നത്. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംസ്ഥാന വിഷയമാണ്. മാത്രമല്ല ഇവിടെ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള സ്റ്റേറ്റിന്, അതായത് സ്റ്റേറ്റ് റൺ സ്കൂൾസിൽ ഇവിടെ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികളാണ് കേരളത്തിൽ കൂടുതൽ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അവിടെ അപ്പോൾ ഈ വിദ്യാഭ്യാസ രീതിയിൽ കരിക്കുലത്തിലൊക്കെ മാറ്റം വരുത്താനായിട്ടുള്ള അധികാരം ആ റൺ ചെയ്യുന്ന ബോഡി ഏതാണോ അതിവിടെ സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. അപ്പോൾ അവർക്കാണ് അതിൽ മാറ്റം വരുത്താനായിട്ടുള്ള അധികാരം. ഇതിപ്പോൾ CBSE സ്കൂൾസിന്റെ കാര്യത്തിൽ ആ ബോഡിയാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ കേന്ദ്രീയ വിദ്യാലയ സംഘടനയാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ, അങ്ങനെ ഓരോ ബോഡിക്കും ആ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള പവർ ഉണ്ടെന്നേ. അത് വിനിയോഗിക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിൽ ഈ ഫണ്ട് സ്വീകരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ല, അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ചെറുക്കാം, ആ ചെറുക്കാനായിട്ടുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ 6 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക് എന്നതുകൊണ്ട് ഈ തീരുമാനം ഇനിയും വൈകിപ്പിച്ച് കിട്ടാനുള്ള ഫണ്ട് ലാപ്സാക്കി കളയേണ്ട എന്നതാണ് സർക്കാരിന്റെ തീരുമാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതല്ല, UDF അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ ഈ NEP 2020 ഒരു കാലത്ത് നടപ്പാക്കാൻ സമ്മതിക്കില്ല, RSSനെ ഞങ്ങൾ ഇങ്ങോട്ട് അടുപ്പിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രഖ്യാപനം നടത്തട്ടെ. UDFന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു പ്രഖ്യാപനം നമ്മൾ കണ്ടില്ലല്ലോ. അങ്ങനെയല്ലേ സർക്കാരിനെ വെല്ലുവിളിക്കേണ്ടത്, അല്ലാതെ അവിടെ ഇവിടെ നിന്ന് സൗണ്ട് ബൈറ്റ് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൽ സർക്കാരിനും CPIഎമ്മിനും മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാവ്യ വിരോധം അതേപടി തുടരുന്നുമുണ്ട്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ട് വാങ്ങിച്ചെടുക്കുക, ആ ഒരു തീരുമാനത്തിൽ ഉറച്ച സർക്കാർ മുന്നോട്ട് പോവുകയാണ്. CPIയുടെ എതിർപ്പിനെയൊന്നും കാര്യമായി ഗൗനിക്കുന്നില്ല എന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സംസ്ഥാന സർക്കാരിന് ഇത് നടപ്പിലാക്കാതിരുന്നാൽ പോരെ, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാതിരുന്നാൽ പോരെ. അതായത് ഫണ്ട് സ്വീകരിക്കാതെ ഫണ്ടിന് കേസ് കൊടുക്കാം. വേറെ തമിഴ്നാടിന്റെ കാര്യം എന്തായി? കേസ് കൊടുത്ത തമിഴ്നാടിന്റെ ഈ സർക്കാർ പൈസ കിട്ടത്തില്ല, അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ കേസിന് പോയാൽ 1466 കോടി രൂപ കിട്ടില്ല, സ്വാഹ. അത് എന്തുകൊണ്ട് തരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് സുജയെടുത്തുള്ള ചോദ്യം. ഇടവേളയ്ക്ക് ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ചോദ്യത്തിലേക്ക് ഉത്തരം വരുന്നതിന് മുൻപ്, അതായത് കാവ്യവിരോധം കഥയായോ എന്ന ചോദ്യത്തിന്, കാവ്യവിരോധം കഥയായതല്ല, പക്ഷേ ഒരു കെട്ടുകഥ പോലെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ പല വിഷയങ്ങളിലും കുരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നൊരു കേന്ദ്ര പദ്ധതി കൊണ്ടുവന്നു. വലിയ നിർദ്ദേശങ്ങൾ വന്നു. ബ്രാൻഡിങ് ചെയ്യണം. ആയുഷ്മാൻ ഭാരത് എന്നുള്ളത് നമ്മളുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കുന്ന സാഹചര്യങ്ങളിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനം അതിനെ എതിർത്തു. ഒടുവിൽ നിൽക്കക്കളിയില്ലാതെ നമുക്ക് ആയുഷ്മാൻ ഭാരതിനെ കീഴടങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ വിശ്വകർമ്മയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി, വിശ്വകർമ്മ യോജന എന്ന പദ്ധതിയും ഒടുവിൽ നമുക്ക് അംഗീകരിക്കേണ്ടി വന്നു. പ്രൈം മിനിസ്റ്റർ കിസാൻ പദ്ധതി, അതിലും ഉണ്ടായിരുന്നു സംസ്ഥാനത്തിന് എതിർപ്പ്. ഒടുവിൽ അത് അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? കണക്കുകൾ നമ്മളോട് പലതവണ നമ്മൾ ചർച്ച ചെയ്തതല്ലേ. പറയുന്നൊരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കേരളത്തെ മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും ഞെക്കി വരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം.
28,000 കോടി രൂപയുടെ നഷ്ടമാണ് വിവിധ ഗ്രാൻഡ് ഇനങ്ങളിൽ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ധനകാര്യ കമ്മീഷൻ്റെ വിതരണം വെട്ടിക്കുറച്ചതിനെ തുടർന്ന് ഒക്കെ നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത്. ഇതുകൂടാതെയാണ് GSTയുടെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന നഷ്ടപരിഹാര പാക്കേജ് അനുവദിക്കാത്തത്. ഇതുകൂടാതെയാണ് കിഫ്ബിയും പെൻഷൻ ഫണ്ടിൽ നിന്നും നമ്മൾ പണം കടമെടുക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിൽ അത് നമ്മളുടെ ഉത്തരവാദിത്വമായി കണക്കാക്കി ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പ്രകാരം ഇനി നമുക്ക് കടമെടുക്കാൻ കഴിയില്ല. 1% കടമെടുത്താൽ 10,000 കോടി കിട്ടും എന്നതറിയണം. പ്രേക്ഷകർ ഓർമ്മിക്കേണ്ടത് നമുക്കിവിടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു മാസം ചിലവാകുന്നത് 900 കോടി രൂപയാണ്. അപ്പോൾ 1% നമുക്ക് പെൻഷൻ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പോലും ഒരു 10,000 കോടി രൂപയുടെ വർധനവ് നമുക്കുണ്ടാവും. അത് നമുക്ക് വെട്ടി. അത് പെൻഷൻ ഫണ്ടിനെയും കിഫ്ബിയെയും ചൂണ്ടിക്കാട്ടി. ഗ്രാൻഡ്സ് നീഡ് അത് വെട്ടി. അത് ധനകാര്യ കമ്മീഷൻ്റെ മാർഗനിർദ്ദേശങ്ങളിലും അവരുടെ ഫ്രെയിംവർക്കിലും കേരളത്തിനും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ദോഷകരമാവുന്ന കാറ്റഗറികൾ കൊണ്ടുവന്നു. അതും വലിയ രീതിയിൽ നഷ്ടമുണ്ടായി. 3.4 നിന്ന് 1.9 വെട്ടിക്കുറച്ചു. അങ്ങനെ സാമ്പത്തികമായി കേരളത്തെ പാപ്പരാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ 2022-23 വരെ കൊടുത്തിരുന്നതാണ് ഏത് ഈ സർവശിക്ഷാ അഭിയാൻ്റെ പദ്ധതി 1,003 കോടി രൂപയോ മറ്റോ കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ നമുക്ക് കിട്ടി. പക്ഷേ ഈ അക്കാദമിക് ഇയർ ആയപ്പോഴേക്കും ഒന്നും പറയാതെ സർവശിക്ഷാ അഭിയാൻ്റെ ഫണ്ട് റിലീസ് ചെയ്യുന്നില്ല. ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്ന് കിട്ടിയ ഒരു ദേശീയ വാർത്ത മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അത് പറയുന്നത് സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്ത സംസ്ഥാനങ്ങൾക്ക് കൊടുക്കൂല. സംഭവം ശരിയാണ്. ഓക്കെ, ഇപ്പോൾ ബംഗാളിന് കിട്ടിയിട്ടില്ല, പഞ്ചാബിന് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ സർവശിക്ഷാ അഭിയാൻ റിലീസ് ചെയ്തു. ഇക്കുറിയുള്ള 1000 കോടി ഇനി വരാൻ പോകുന്ന അക്കാദമിക് ഇയറിലും ഇത് ഉണ്ടാവും. മാത്രമല്ല ഇത് വരാൻ പോകുന്ന കുടിശ്ശികയുണ്ട്. മറ്റു കാരണങ്ങളുടെ പുറത്താണ്. അത് ചില ടെക്നിക്കൽ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഈ അടുത്ത 5 വർഷത്തേക്ക്, അതായത് 2022 മുതൽ 2027 വരെ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളിലൊന്നും തന്നെ കാര്യമായി SSA ഫണ്ട് റിലീസ് ചെയ്യൂല. പഞ്ചാബിൽ, അതേപോലെ തമിഴ്നാട്ടിൽ, ഡൽഹിയിൽ. കാര്യം ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയേക്കാൾ മെച്ചപ്പെട്ട പദ്ധതി അവിടെ ആം ആദ്മി പാർട്ടി കൊണ്ടുവന്നു. ഏറ്റവും മികച്ച സംവിധാനമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന സ്കൂൾ ഓഫ് എമിനൻസ്. ഇന്നും ഡൽഹി മോഡൽ എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെട്ട ഒന്നാണ്. അവർ വേണ്ടെന്ന് വെച്ചു. പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി ഓപ്റ്റ് ഔട്ട് ചെയ്തു. ഡൽഹിക്ക് പണം കൊടുത്തില്ല. പഞ്ചാബിലേക്ക് വരുമ്പോൾ പണം കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അവർ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി എതിർത്തത് ഒരൊറ്റ NEP എതിർത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ത്രിഭാഷയാണ്. അവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമം വരുന്നു. ഇന്ത്യ വരെ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു നീക്കം നടന്നിട്ടില്ല. അതവരെ ശക്തിയുക്തം ഇതെല്ലാവരും എതിർത്തു. BJP ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരുമിച്ച് ആ വിഷയത്തിൽ നിൽക്കുകയും ചെയ്തു. ബംഗാളിൽ വന്നത് പ്രൈം മിനിസ്റ്റർ ശ്രീ എന്നുള്ളത് ബ്രാൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് മമതാ ബാനർജി എടുത്തു. അവിടെയും പണം റിലീസായില്ല. എൻ്റെ ചോദ്യം ഇതാണ്, സർവശിക്ഷാ അഭിയാനും പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി തമ്മിൽ എന്ത് ബന്ധം? ആ ചോദ്യത്തിന് ഇതുവരെ തൃപ്തികരമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഇന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സർവശിക്ഷാ അഭിയാനിൽ ഇപ്പോൾ കുടിശ്ശികയായിരിക്കുന്ന 1,466 കോടി രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രൈം മിനിസ്റ്റർ ഈ പദ്ധതിയിൽ നമ്മൾ ഒപ്പിടില്ലായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം വരും, നമുക്ക് തമിഴ്നാടിനെ പോലെ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്താൽ പോരെ എന്നുള്ളതാണ് ചോദ്യം. തമിഴ്നാടിനെ പോയി കോടതിയിൽ ഫൈറ്റ് ചെയ്ത് എത്ര കാലം നീളും? ഈ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ അടുത്ത 6 വർഷം, ഈ അടുത്ത 6 മാസത്തിനുള്ളിൽ. അത് കഴിഞ്ഞ് പുതിയ സർക്കാർ വരണം. അത് പുതിയ സർക്കാരല്ലേ വരുന്നത്, ഈ സർക്കാർ തുടരാൻ പറ്റില്ലല്ലോ. പുതിയ സർക്കാർ അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും വരുന്നത് അടുത്ത മെയ് മാസത്തോടു കൂടി പുതിയ സർക്കാർ വരും. ആ സർക്കാർ വരുന്നതിന് മുൻപ് ഈ സർക്കാരിൻ്റെ സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ടുള്ള അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല, അവർക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ മുഴുവൻ സംവിധാനങ്ങളും താളം തെറ്റുന്ന അവസ്ഥ. ഭീമമായ തുക 1,566 ചെറിയ തുകയല്ല. അത് കേരളത്തെ സംബന്ധിച്ച്, ഞാനതാണ് ഈ പെൻഷൻ്റെ കണക്കാദ്യം പറഞ്ഞത്. ഓരോ തരത്തിലും കേരളത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പദ്ധതിയെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തെ വീണ്ടും വിദ്യാഭ്യാസ മേഖലയെ ഞെരുക്കാൻ പോകുന്നു. ഇപ്പോൾ ഇവിടെ പ്രേക്ഷകർക്കറിയാമോ എന്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സഹായമില്ലാതെ തന്നെ നമ്മൾ മികവ് തെളിയിച്ചിട്ടുണ്ടെന്നേ. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മികവ് തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ എൻറോൾമെൻറ്റിൻ്റെ കാര്യത്തിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. അതിന് കേന്ദ്ര സർക്കാർ തന്നെ നമുക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. സുജയ, ഇപ്പോൾ നോക്കൂ, ഇന്ത്യയുടെ മൊത്തം എൻറോൾമെൻറ്റ് റേഷ്യോ 1ാം ക്ലാസ് മുതൽ 1ാം ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന 100 കുട്ടികൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നത് ദേശീയ ശരാശരി പ്രകാരം 62 കുട്ടികൾ മാത്രമാണ്. നമ്മുടെ സംസ്ഥാനത്തോ 1ാം ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു കുട്ടി, അത് 100 കുട്ടികൾ രജിസ്റ്റർ ചെയ്താൽ 99.5% കുട്ടികളും 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നു. എൻറോൾമെൻറ്റ് റേഷ്യോയിൽ മികച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയോ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി വന്നതുകൊണ്ടോ NEP വന്നതുകൊണ്ടോ അല്ല. നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരും അതേപോലെ തന്നെ നമ്മളുടെ പൊതുസമൂഹവും കൊടുക്കുന്ന ജാഗ്രതയാണ് അതിൻ്റെ കരുത്ത്. അതുകൊണ്ടാണ് 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി ജോയിൻ ചെയ്താൽ അവന് 100% പ്രോബബിലിറ്റി അവൻ 10ാം ക്ലാസ്സിൽ എത്തും എന്നുള്ളത് കേരളത്തിൽ. എന്നാൽ നിങ്ങൾ ഉത്തർപ്രദേശിലേക്ക് പോയി നോക്ക്. ഉത്തർപ്രദേശിൽ 1ാം
ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന 100 കുട്ടികളിൽ 49 കുട്ടികളെ 10ാം ക്ലാസ്സിൽ എത്തുന്നുള്ളൂ. 51 കുട്ടികൾ ക്ലാസ്സിന് പുറത്തു പോവുകയാണ്. ദേശീയ ശരാശരിയിൽ ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന 100 കുട്ടികളിൽ 37 പേര് പുറത്തു പോകുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 100 കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ആ 100 കുട്ടികൾ 99.5 കുട്ടികളും ഉണ്ടാവും. അതായത് 200 കുട്ടികൾ ജോയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കുട്ടി മറ്റെന്തോ കാരണങ്ങളാൽ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ എൻറോൾമെന്റ് റേഷ്യോയിലെ മികവ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് വന്നാലോ, ദേശീയ ശരാശരിയിൽ 57.9% സ്കൂളുകളിൽ മാത്രമാണ് കമ്പ്യൂട്ടർ സംവിധാനമുള്ളത്. ഇന്റർനെറ്റ് സംവിധാനമുള്ളത് 52% മാത്രമാണ്. എന്നാൽ കേരളത്തിലേക്ക് വന്നാലോ 99.1% കേരളത്തിൽ പ്രൈവറ്റും സർക്കാരും കൂടെ എടുത്താൽ. സർക്കാരിന് മാത്രം എടുത്താലോ 99.3%. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ, എൻറോൾമെന്റ് റേഷ്യോവിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ സർവശിക്ഷാ അഭിയാൻ ഫണ്ട് പിടിച്ചു വയ്ക്കുന്നതിൻ്റെ ലോജിക്കലായിട്ടുള്ള ഒരു ഉത്തരം, ഒരു വിശദീകരണം ഇന്നേ വരെ നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് രഹസ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പുണ്ടായിരിക്കുന്നു. പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ ബാക്കിയുള്ള സർവശിക്ഷാ അഭിയാൻ്റെ ഈ പണം തുറന്നുവിടാം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത എതിർപ്പുകളുണ്ട്. അതിൽ ഒരു 3-4 എതിർപ്പുകൾ ഞാൻ വളരെ വേഗം പറയാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ബ്രാൻഡിംഗ് ആയിട്ട് മാറുമെന്നുള്ളതാണ്. സംശയമൊന്നുമില്ല, 100% അങ്ങനെയാണ്. കാരണം ഞാൻ ഈ PMC പദ്ധതിയുടെ ഫ്രെയിംവർക്ക് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അതിൽ പറയുന്നുണ്ട്, NEP ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള കരിക്കുലം ഫ്രെയിംവർക്കാണ് അവിടെ ഉണ്ടാവുന്നത്. സ്ട്രക്ചറും അങ്ങനെ തന്നെയാണ്, കരിക്കുലവും അങ്ങനെ തന്നെയാണ്, പാഠ്യപദ്ധതിയും അങ്ങനെ, ഘടനയും അങ്ങനെ തന്നെയായിരിക്കണം. അപ്പോൾ NEPയുടെ ബ്രാൻഡായിട്ടാണ് ഈ പ്രൈം മിനിസ്റ്റർ സ്കൂൾ പദ്ധതിയെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഒരു പ്രശ്നം അവിടെയുണ്ട്. കേരളത്തിൽ 168 ബ്ലോക്കുകളിലായിട്ട് 336 സ്കൂളുകളിലാണ് ഇത് നടപ്പിലാക്കാൻ പോവുക. അവിടെ നമ്മൾ ഇപ്പോൾ തുടരുന്ന +2 സംവിധാനമല്ല വരാൻ പോകുന്നത്. 3 വയസ്സുമുള്ള കുട്ടി മുതൽ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാവും. 3, 4, 5, 6, 7 വയസ്സ് വരെ കുട്ടി ഒരു ഘട്ടത്തിൽ പഠിക്കും, അതായത് 5. അത് കഴിഞ്ഞാൽ പിന്നീട് 3 വർഷം അടുത്ത ഘട്ടം 5+3. അത് കഴിഞ്ഞാൽ അതായത് 8, 9, 10 വയസ്സാകുമ്പോഴേക്ക് കുട്ടി അടുത്ത ലെവലിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും കുട്ടിക്ക് 11, 12, 13 വയസ്സാകുമ്പോൾ കുട്ടി അടുത്ത ലെവലിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാലാണ് 9, 10, 11, 12 ക്ലാസ്സുകളിലായിട്ട് 4 എന്ന് പറയുന്ന അടുത്ത ഘട്ടം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ളൊരു ഘട്ടമായിട്ടത് മാറും. അത് കേരളത്തിലെ സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ ഘടനാപരമായൊരു വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നുകിൽ മൊത്തം നമ്മൾ ഈ ഘടനയിലേക്ക് മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അതല്ലാതെ വരെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ്. ആ ടെസ്റ്റ് ഡോസ് ആണ് ഇതിൻ്റെ ബ്രാൻഡിംഗ് ആണ്. അതിനെ എതിർക്കുന്നവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതെങ്ങനെയാണ് ഈ പദ്ധതി, ഈ സർവശിക്ഷാ അഭിയാനിൻ്റെ ഫണ്ട് റിലീസ് ചെയ്യും, PMC പദ്ധതിയിൽ ഒപ്പിട്ടാൽ എന്ന് എവിടെയാണ് നമ്മൾ കണ്ടത്? എവിടെയാണ് അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തത്? ഏത് ചർച്ചയിലാണ് നമുക്കിത് കിട്ടിയത്? ഇപ്പോൾ അഭ്യൂഹങ്ങളുള്ളത് പ്രധാനമന്ത്രി ഡൽഹിയിൽ പോയി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെയൊരു നീക്കമുണ്ടായതും, മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെയൊരു നീക്കമുണ്ടായതെന്നും ഈ ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രി കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരാണ് ഈ തീരുമാനമെടുത്തത്? അതും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ആരോഗ്യ മേഖലയിലെയോ കൃഷി മേഖലയിലെയോ, അതായത് PM കിസാൻ നിധി പോലെയോ ആയുഷ്മാൻ ഭാരത് പോലെയോ വിശ്വകർമ്മ യോജന പോലെയോ അല്ല. വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിൽ വന്നാൽ അത് കൺകറൻ്റാണ്. അവിടെ കേന്ദ്രത്തിന് ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് ഇടപെട്ടുകൊണ്ട് നിങ്ങളുടെ സംവിധാനങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരു ശേഷിയുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യ മേഖല അങ്ങനെയല്ല, പൂർണ്ണമായിട്ട് സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടി നമുക്ക് ഈ പണം കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അത് വളരെ നാമമാത്രമായ തുകയാണ്. അതായത് PMC പദ്ധതി പ്രകാരം നമുക്ക് കിട്ടാൻ പോകുന്ന തുക അത്ര വലിയ തുകയേ അല്ല എന്നുള്ളതാണ് എൻ്റെയും നിലപാട്. അത് കൂടി സ്മൃതി പറഞ്ഞത് കിട്ടില്ല, മുൻകാല പ്രാബല്യത്തിൽ കിട്ടില്ല. ഇനിയുള്ളത് 2 വർഷത്തേക്കാണ്. അതായത് ആകെ 1,13,00,000 രൂപയാണ്. അതിൽ 60 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ തരും, 40 ലക്ഷം 45 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും കൊടുക്കണം. 60-40 ആണ് അനുപാതം. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ മൊത്തം രാജ്യത്ത് തന്നെ നടപ്പിലാക്കുന്നതിൽ 27,000 കോടിയിൽ 9,000 കോടിയുടെ ബാധ്യതയും വഹിക്കേണ്ടത് സംസ്ഥാനങ്ങളാണ്. ഇതാണ് ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഡിസൈൻ തന്നെ. അപ്പോൾ 336 സ്കൂളുകളിലും അത് നടപ്പിലാക്കുകയാണെങ്കിൽ അതിൻ്റെ 60%, ഞാൻ കഴിഞ്ഞ ദിവസം കണക്ക് പറഞ്ഞു, 200 കോടിയിൽ താഴെയാണ്. പക്ഷേ ഇപ്പോൾ അതും കൊടുക്കേണ്ടി വരില്ല. ഇനി ആകെ ഈ പദ്ധതിക്ക് അവശേഷിച്ചിരിക്കുന്നത് 25-26, 26-27 2 അക്കാഡമിക് ഇയർ മാത്രമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് കിട്ടാവുന്ന തുക 3 വർഷം നമ്മൾ പാഴാക്കി, വളരെ മിനിമമാണ് എന്നുള്ളതാണ്. അപ്പം അതിലും നമുക്ക് മുൻകാല പ്രാബല്യത്തോടെ കിട്ടാൻ സാധ്യതയില്ല. വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രമേ
തുടർ ഫണ്ടുകൾ ലഭ്യമാകൂ എന്നിരിക്കെ ഈ PMC പദ്ധതി നടപ്പിലാക്കും, പക്ഷേ NEP നടപ്പിലാക്കൂല എന്ന് പറയുന്നതിനകത്ത് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ അതിന് അനുകൂലിക്കുന്നവരുടെ വാദം, തോമസ് ഐസക് അടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് നേരത്തെ നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് മാത്രമല്ല, സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ SCRTക്ക്, നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ഗവേഷണ വിഭാഗത്തിന് പാഠപുസ്തകം തയ്യാറാക്കാം. ആ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കുന്നതിൽ തടസ്സമില്ല. പക്ഷേ NEP ഡിസൈനിലായിരിക്കണം. എന്തായിരിക്കണം NEP ഡിസൈൻ? ഘടനാപരമായത് NEP-യിലായിരിക്കണം എന്നുള്ളതാണ്. തോമസ് ഐസക്കിനും അതിൽ എത്രത്തോളം വിശ്വാസം പ്രധാനപ്പെട്ട കാര്യം ഫ്ലേവർ ആകാമെന്നും നോക്കൂ, പിന്നെ വേണമെങ്കിൽ PTAക്ക് എതിർക്കാമല്ലോ എന്നൊക്കെയാണ് ഒരേ NEP ഇവിടെ വരികയാണ്. ഒരേ NEP നിങ്ങൾ നേരത്തെ സുജയ പറഞ്ഞതുപോലെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലും എല്ലാം NEP വന്നു കഴിഞ്ഞു. അപ്പോൾ അതേസമയം അതേ ഘടന അനുസരിച്ച് നമ്മൾ ഇവിടുത്തെ കുട്ടികൾ പഠിക്കുമ്പോൾ പാഠപുസ്തകങ്ങളിൽ വരുന്ന കണ്ടന്റുകൾ, ആ കണ്ടന്റുകൾ ഒരു പരിധിവരെ ഫിൽറ്ററിംഗ് ഒക്കെ ഇവിടെ സാധ്യമാവും. നമ്മുടെ അധ്യാപകരൊന്നും അത്ര മണ്ടന്മാരല്ല. നമ്മുടെ അധ്യാപകൻ എന്താണ്, നമ്മളുടെ അംബേദ്കർ ആത്മഹത്യ ചെയ്തത് എന്തിന് എന്ന് ഗുജറാത്തിൽ ചോദിച്ച പോലെ ഒരു ചോദ്യം കേരളത്തിലെ ഒരു അധ്യാപകനും ഒരു ചോദ്യപേപ്പറിലും ഇടില്ല. അതെനിക്ക് ഉറപ്പാണ്. എനിക്ക് അധ്യാപകരിൽ വിശ്വാസമാണ്. അധ്യാപകരെ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗം PTയിലും വിശ്വാസമാണ്. അത് നമ്മൾ പള്ളുരുത്തിയിൽ കണ്ട PTയെ പോലെയല്ല, അല്ലാത്ത PTയിലും അത് പൊതുവിദ്യാലയങ്ങളിലെ PTA വളരെ ശക്തമാണ്. അവിടെയുള്ള പൊതുസമൂഹവും വളരെ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ സ്റ്റേറ്റിന് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കാം. പക്ഷേ പാഠ്യപദ്ധതിയുടെ വ്യത്യാസം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ്. വർഗീയമായ ചേരുവകൾ വരുന്നതിനെ ഒരു പരിധിവരെ സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്കിലെ SCRTയുടെ പാഠ്യപദ്ധതിയിലെ കരിക്കുലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തടയാനും സാധിക്കും. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതുവരെ വാങ്ങിയെടുത്ത പണത്തിനേക്കാൾ നമ്മൾ ഇതുവരെ വാങ്ങിയെടുത്ത പണം നമുക്ക് കിട്ടുന്നു. 1466 കോടി രൂപ നമുക്ക് ഈ അടുത്ത ഒരു അക്കാഡമിക് ഇയറിലേക്ക് കിട്ടുന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അത് സ്വാഭാവികമായും ഒരു സർക്കാർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ആ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിയെടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് ഞാൻ VD സതീശനോടൊപ്പം യോജിക്കുന്നു. ഏത് കാരണം പറഞ്ഞാണെങ്കിലും അത് പിടിച്ചു നിർത്താൻ സാധ്യമല്ല. പക്ഷേ കോടതിയിൽ പോലുള്ള പ്രശ്നം ഇത് അനന്തമായി നീളുകയും അത് അടുത്ത 6 മാസത്തിനുള്ളിൽ സാധ്യമാവുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ്. പിന്നെ പേരുമായി ബന്ധപ്പെട്ട് അത് അതിനകത്ത് കേരളത്തിൽ ഒരു ബോധറേഷനും വേണ്ട കാര്യമില്ല. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ശ്രീ ആ പേര് വയ്ക്കേണ്ടി വരും, അതിനകത്തൊരു സംശയമില്ല. പക്ഷേ പ്രൈം മിനിസ്റ്റർ ശ്രീ എന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ നാരായണഗുരുവിൻ്റെതാണെങ്കിൽ നാരായണഗുരുവിൻ്റെ, ചട്ടമ്പി സ്വാമിയുടേതാണെങ്കിൽ ചട്ടമ്പി സ്വാമിയുടെ, വാഗ്ഭടാനന്ദൻ്റെ വാഗ്ഭടാനന്ദൻ്റെ, അംബേദ്കറിൻ്റെ പേര് അംബേദ്കർ, അയ്യങ്കാളിയുടെ പേര് അയ്യങ്കാളി വയ്ക്കാൻ പറ്റും. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പേര് മാറും, അത്രേ ഉള്ളൂ. അതിൽ വേറെ സാങ്കേതിക പ്രശ്നമില്ല. ബോർഡ് നമുക്ക് പ്രശ്നമല്ല. അത് ഇപ്പോൾ ബോർഡ് പ്രശ്നമായിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ മാത്രമാണ്. അന്നും ബോർഡ് നമുക്ക് പ്രശ്നമായിരുന്നില്ല. ആയുഷ്മാൻ ലൈഫിൽ മാത്രമായിരുന്നു ബോർഡ് പ്രശ്നമായിരുന്നത്. അപ്പോൾ അതും പ്രശ്നമല്ല. മൂന്നാമത്തേത് ഭാഷയുടെ കാര്യത്തിൽ അത് കേരളത്തിൽ ഒട്ടും വിഷയമല്ല. കേരളത്തിൽ ഇപ്പോൾ തന്നെ കുട്ടികൾ ഒന്നിലധികം ഭാഷകൾ ഇഷ്ടപ്പെട്ട വിഷയം ഹിന്ദി പഠിക്കുന്നുണ്ട്. UP സ്കൂൾ മുതൽ തന്നെ ഹിന്ദി പഠിച്ചു വരുന്നുണ്ട്. അതിലൊന്നും കേരളത്തിനും എതിർപ്പില്ല. എതിർപ്പുണ്ടാവുന്ന ഒരേ ഒരു വിഷയം, ഇത് NEPയുടെ ഒരു ടെസ്റ്റ് ഡോസായി വരികയും ബാക്കി എല്ലാ സ്കൂളുകളിലേക്കും അത് വരികയും നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ട് ഈ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസത്തിൽ കേന്ദ്രത്തിൻ്റെ പദ്ധതികളായി ഇത് ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ്. അതിനെ ഈ PMC പദ്ധതി നടപ്പിലാക്കി ഞങ്ങൾ NEP എതിർക്കും എന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാൻ. അതിന് കൃത്യമായ വിശദീകരണം വരണം. ഇതുവരെ ലോജിക്കലായ റാഷണലായ യുക്തിഭദ്രമായ ഒരു വിശദീകരണം വന്നിട്ടില്ല എന്നത് തന്നെയാണ് എൻ്റെയും ഈ വിഷയത്തിൽ. ഒരു ബ്രേക്കിംഗ് വാർത്ത കൂടി ഉണ്ട് കേട്ടോ. CPI നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല, എതിർപ്പ് ശക്തമായി തുടരാൻ CPIയുടെ എക്സിക്യൂട്ടീവിൽ തീരുമാനമായിരിക്കും. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞല്ലോ, ഇപ്പോൾ നിലവിൽ ഈ PM ശ്രീ ഡാഷ്ബോർഡിലേക്ക് വന്നിരിക്കുന്നത് ആകെ സ്കൂളുകളിൽ 10,077 എണ്ണമാണ്. അതിലിപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ 839 കേന്ദ്രീയ വിദ്യാലയവും 599 നവോദയ വിദ്യാലയവും മാത്രമാണ് കേന്ദ്രം നടത്തുന്നത്. ബാക്കി സ്റ്റേറ്റ് റൺ ആയിട്ടുള്ള 8,639 സ്കൂളുകളിൽ സംസ്ഥാന സർക്കാരുകൾ, അതാത് സംസ്ഥാന സർക്കാരുകളാണ് സിലബസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അല്ല, എല്ലാ സ്റ്റേറ്റും ഇല്ല. ഈ BJP ഭരിക്കുന്ന സ്റ്റേറ്റ് എല്ലാം അതേപടി ഡിക്റ്റോ കോപ്പിയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്കോ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കോ നമുക്ക് പാലിക്കാം എന്നുള്ളതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ NEP പദ്ധതിയും ഈ പറയുന്ന PMC പദ്ധതിയും നടപ്പിലാക്കിയിട്ടുണ്ട്. അത് കർണാടകയാണെങ്കിലും ശരി, തെലങ്കാനയാണെങ്കിലും ശരി, ഹിമാചൽ പ്രദേശ് ആണെങ്കിലും ഇവിടെ എല്ലാം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പറഞ്ഞത് പശ്ചിമ ബംഗാളും ഇപ്പോൾ നിലവിൽ പശ്ചിമ ബംഗാളും തമിഴ്നാടും പഞ്ചാബും ഡൽഹിയുമാണ് ഇതിനകത്ത് എതിർപ്പ് പ്രയോഗിച്ചത്. സ്റ്റേറ്റ് മാറി അവിടെ BJP അവിടെ വരുന്നതോടുകൂടി അവിടുത്തെ PMC പദ്ധതിയിലെ വിഷയവും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഗൗരവമായി കാണേണ്ട വിഷയം, ഇതിനെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങൾ PMCയിൽ ഒപ്പിട്ടാൽ മാത്രമേ PMC പദ്ധതിയുമായി ഒരു ബന്ധവുമില്ലാത്ത സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് റിലീസ് ചെയ്യും. അങ്ങനെ ബ്ലാക്ക്മെയിലിംഗിന് വഴങ്ങിയ ഒരു സർക്കാരാണോ ഇവിടെ ഉള്ളത്? 100% ആ ബ്ലാക്ക്മെയിലിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബ്ലാക്ക്മെയിലിന് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. 1466 കോടി രൂപ എന്തുകൊണ്ട് നൽകുന്നില്ല? സർവശിക്ഷാ അഭിയാനും PMC പദ്ധതി തമ്മിൽ എന്ത് ബന്ധം?
PMC പദ്ധതി വരുന്നത് 2022-23 സർവശിക്ഷ അഭിയാൻ വരുന്നത് അതിന് എത്രയോ കാലം മുമ്പ്. 2018-2019 കേന്ദ്ര ബജറ്റിലാണ് ഈ പദ്ധതികളെല്ലാം സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ പ്രഖ്യാപനം വന്നത്, ഈ ഫണ്ട് വകയിരുത്തുന്നത് അടക്കം വന്നത്. അതിനുശേഷമുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിൽ എന്താ ബന്ധം? PMC പദ്ധതിയും സർവശിക്ഷാ അഭിയാനും തമ്മിൽ എന്താ ബന്ധം? പറയൂ. എന്തുകൊണ്ട് PMC പദ്ധതി നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ 1466 കോടി രൂപ അനുവദിക്കുന്നില്ല? PMC പദ്ധതിയിലൂടെ കൊണ്ടുവരുന്ന ഫേസ് ലിഫ്റ്റ് എല്ലാം ഈ SSIയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല. SSIയുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. സർവശിക്ഷാ അഭിയാനുമായിട്ട് PMCക്ക് ബന്ധമില്ല. അതിന് ആകെ ബന്ധമുള്ളത് NEPയുമായിട്ട് മാത്രമാണ്. NEPയുടെ ടെസ്റ്റ് ഡോസ് ബ്രാൻഡിംഗ് ആണ് യഥാർത്ഥത്തിൽ PMC. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ SSI തടഞ്ഞു വയ്ക്കുന്നത് ഈ പറയുന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. അതിന് കോടതിയിലേക്ക് പോയി വ്യവഹാരങ്ങളിലേക്ക് പോയാൽ അത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് സംസ്ഥാന സർക്കാരിന് വേറെ വഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ കാവ്യ വിരോധമാണോ എന്ന് ചോദിച്ചാൽ കാവ്യ വിരോധമല്ല എന്നതാണ് എന്റെയും സുജയുടെയും നിലപാട്. അങ്ങനെയാണെന്ന് തോന്നുന്നു. അതായത് കാവ്യ വിരോധം ഇപ്പോഴും ഉണ്ട്, സ്റ്റിൽ എക്സിസ്റ്റ്. ശരി. അപ്പോ താങ്കൾക്കടക്കം അതുള്ളപ്പോൾ ഞാൻ ഇല്ലെന്ന് അല്ലല്ല, കാവ്യ വിരോധത്തിന്റെ പ്രശ്നമല്ലെന്നേ. ഇവിടുത്തെ പ്രശ്നം എന്താ? ഭരണഘടനാപരമായ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഫെഡറലിസത്തെ തകർക്കുന്നു, ഇതൊക്കെയാണ് വിഷയം. യെസ് എന്ന് 2, നോ എന്ന് 2.